ഓക്കെ. അപ്പൊ ഇത് അതേ സെയിം ചാർട്ട് തന്നെയാണ് സോളോ USDT പർപ്പസിൽ 1 അവർ ചാർട്ട് തന്നെയാണ്. ഞാൻ നേരത്തൊക്കെ ക്ലീൻ ചെയ്തു. ഇത് രണ്ടാമത്തെ രീതിയിലാണ് നമ്മൾ ട്രേഡ് നോക്കുന്നത്. അതായത് റീസെന്റ് സ്ട്രക്ചർ വെച്ചിട്ടുള്ള രീതിയിൽ ട്രേഡ് നോക്കുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് റീസെന്റ് ആയിട്ട് നോക്കുമ്പോൾ കുറച്ച് ദിവസത്തെ മാത്രം ചാർട്ട് മതി. അപ്പൊ ഇവിടെ ഞാൻ നോക്കുന്നത് ഈ ഒരു റേഞ്ചിലത്തെ ട്രേഡാണ് നോക്കുന്നത്. ഓക്കെ. അപ്പൊ ഏകദേശം ഒരു 10 ദിവസം എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്താൽ മതി. മനസ്സിലായി? ഇപ്പൊ ഇത് ഓൾറെഡി ഈ ഒരു ഏരിയ ഓക്കെ മൊത്തത്തിൽ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഈ ഒരു ഏരിയ തൊട്ട് ഇവിടം വരെ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 19 മണിക്കൂർ, അതായത് ഡെയിലിക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 19 ദിവസം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇതിൽ ബ്രേക്ക് സ്ട്രക്ചർ ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഓക്കെ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പൊ നമുക്ക് ചില വിക്കുകളും കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഡെയിലിന്ന് നേരെ 4 അവറിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ചെയ്തേക്കുന്നത് 15 മിനിറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തേക്കുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇവിടെ ഞാൻ പറയണു നമുക്ക് ഈ ഒരു ബ്രേക്ക് സ്ട്രക്ചർ ഓക്കെ ഇവിടെയാണ് നമുക്ക് ഒരു ബ്രേക്ക് സ്ട്രക്ചർ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് ഞാൻ എന്ത് ചെയ്തു, ബ്രേക്ക് സ്ട്രക്ചർ മാർക്ക് ചെയ്തു. ദെൻ നമുക്ക് അപ്പ് സൈഡിലേക്കാണ് എന്ത് ചെയ്ത് വന്നേക്കുന്നത്, നമുക്ക് ബ്രേക്ക് സ്ട്രക്ചർ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് സ്വിംഗ് ലോ എന്ന് പറയുന്നത് കൺഫേംഡ് ആണ്. ദെൻ സ്വിംഗ് ഹൈ ഫോം ആവുന്നതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ദെൻ നമുക്കിവിടെ 50 മിനിറ്റിലത്തെ, അതായത് മീഡിയം ടൈം ഫ്രെയിമിലത്തെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യാണ്. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഞാൻ 50 മിനിറ്റത്തെ ഓർഡർ ബ്ലോക്ക്, കാരണം ഇത് 1 അവറിലത്തെ ബ്രേക്ക് സ്ട്രക്ചർ ആണ്. അത് നമ്മൾ അല്ല ഡെയിലിയിലത്തെ ബ്രേക്ക് സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്യാണ്, 4 അവറിലാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നോക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ അത് ഇത്തിരി അതായത് ഒന്നെങ്കിൽ ഡെയിലി നോക്കാം അല്ലെങ്കിൽ 4 അവർ നോക്കാം. ഡെയിലിയിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ 4 അവർ നോക്കാം. ഇപ്പൊ 1 അവറിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുക, 50 മിനിറ്റിൽ നോക്കാം. മനസ്സിലായോ? രണ്ടും കൂടി മിക്സ് ചെയ്ത് നോക്കരുത്, കൺഫ്യൂസ്ഡ് ആവും. ക്ലിയർ? ഓക്കെ, അപ്പൊ നേരെ നമ്മൾ എന്ത് ചെയ്തു, 50 മിനിറ്റത്തെ ഓർഡർ ബ്ലോക്ക് ഇവിടെ മാർക്ക് ചെയ്തു. എന്റെ ഹയർ ടൈം ഫ്രെയിം ആണ്. ദെൻ മീഡിയം ടൈം ഫ്രെയിം ആയിട്ടുള്ളത് 5 മിനിറ്റിലേക്ക് പോയി. 5 മിനിറ്റിൽ നമുക്ക് എന്താ വേണ്ടേ, ഒരു റിജക്ഷൻ വിത്ത് ഓപ്പോസിറ്റ് സൈഡ് ക്ലോസ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പ് ആണ് കിട്ടിയത് അല്ലെ, ഈ ഒരു ബ്ലാക്ക് കാൻഡിൽ വിത്ത് ഓപ്പോസിറ്റ് ക്ലോസ് ഈ ഒരു റേഞ്ചിലാണ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് കാൻഡിൽ ഫുൾ ബോഡി ആയിട്ടുള്ള ലിക്വിഡിറ്റി സ്വീപ്പ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എനിക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ വരുന്ന സിറ്റുവേഷനിൽ എല്ലായ്പ്പോഴും ഇതുപോലെ ഒന്നല്ല, ഞാൻ ഈ ചാർട്ടിന് അനുസരിച്ചാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ, എന്നിട്ട് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ദെൻ ഒരു ലോ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്, പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്, ലോ ക്രിയേറ്റ് ചെയ്യാതെ ഈ ഒരു ഹൈ എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ക്ലിയർ? അപ്പൊ ഞാൻ ഈ ഒരു ഇത് MS ആയിട്ട് 5 മിനിറ്റ് MS ഓക്കെ വിക്കായിട്ട് കൺസിഡർ ചെയ്ത് തന്നെയാണ് ബെറ്റർ. ഓക്കെ, ദെൻ എന്ത് ചെയ്തു, നേരെ 1 മിനിറ്റ് പോയി. മിനിറ്റിലെ സ്ട്രക്ചർ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഓൾറെഡി മാർക്കറ്റ് ഇത്രയും വലിയൊരു മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ താഴത്തോട്ട് വരണമെന്ന് ഒരു നിർബന്ധമില്ല. ഇതിപ്പോ ഓൾറെഡി നമുക്ക് ചാർട്ട് കാണാൻ പറ്റുന്ന കാരണമാണ്. ഓക്കെ, ഇതിവിടെ ഉണ്ട്, ഇവിടെ ഒരു FPG ഉണ്ട്, ഓക്കെ ഇവിടെ നിന്ന് എൻട്രി എടുക്കാം എന്നുള്ളതായത്. അപ്പൊ എല്ലായ്പ്പോഴും ഇത്ര താഴത്തോട്ട് വരണമെന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ഐഡന്റിഫൈ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് നോക്കിയാൽ ഇവിടെ ഒരു ബീറിഷ് ആയിട്ടുള്ള FPG ഉണ്ട്. ക്ലിയർ അല്ലേ? ദെൻ ഇതിന്റെ ഗ്യാപ്പിൽ എന്തുണ്ട്, ഇവിടെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള FPG ഉണ്ട്. അപ്പൊ അതിന്റെ ബീറിഷിന്റെ ഓവർലാപ്പ് ആയിട്ടുള്ള നമ്മൾ എന്താ പറയാ, DPR, അതും എന്താണ്, മിറ്റിഗേറ്റ് ചെയ്യാത്തതാണ്. അതിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഡ്യൂസ്മെന്റും ഉണ്ട്. ക്ലിയർ? അപ്പൊ അത് ഹൈലി നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം, അവിടെ നിന്ന് ഒരു എൻട്രി എടുക്കാം. ക്ലിയർ? ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, എൻട്രി വെച്ചു. സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ലാസ്റ്റ്. ഇപ്പോൾ നമുക്ക് ഇവിടെ എന്തുണ്ട്, നമുക്ക് ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അപ്പൊ മേ ബി ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്തിട്ട് പോകാനൊക്കെ ചാൻസസ് ഉണ്ട്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇതിന് തൊട്ട് താഴത്തേക്ക് വെക്കാം, ഓർഡർ ബ്ലോക്ക് ആയതുകൊണ്ട്. പിന്നെ അത് കൃത്യം ആയതുകൊണ്ടും ഓക്കെ, ഒരു ബ്രീത്തിങ് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. നേരെ എന്ത് ചെയ്യണു, ഇനി ടാർഗറ്റ് ആണ്. ടാർഗറ്റ് റീസെന്റ് ആയിട്ട് നിൽക്കുന്ന ഹൈ ഇതാണ്. ഓക്കെ, ഈ ഒരു ബോഡിയിൽ ഓൾമോസ്റ്റ് ഒരു 3RR ഉണ്ട്. കാരണം ഇത് ലിക്വിഡിറ്റി അതിന്റെ മുകളിലാണ് റെസ്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തേക്കുന്നത്, അവിടെ വയ്ക്കുന്നത്. ക്ലിയർ ആയി? ഓക്കെ, അപ്പൊ ഈ ഒരു ട്രേഡ് കംപ്ലീറ്റ് ആവാൻ എടുത്ത ടൈം നോക്കി, അടിച്ച് തന്നെയാണ് പോയത്. ഓൾറെഡി ഞാൻ എനിക്ക് 2 ട്രേഡ് മിസ്സായിട്ടുണ്ട്. ആ ട്രേഡിലത്തെ ഒന്നാമത്തെ ട്രേഡാണിത്.
ഓക്കെ. അപ്പൊ ഇതൊരു ടൈം ഈ എൻട്രി ട്രിഗർ ആയതിനു ശേഷം ഓൾമോസ്റ്റ് ഈ ഒരു ടാർഗറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 5 മണിക്കൂർ 10 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇത് സ്കാൽപ്പ് ആണെന്ന് നിങ്ങൾ ആലോചിക്കണം. പക്ഷെ ഇന്ന് അറിയാലോ, ഇന്ന് സാറ്റർഡേ ആണ്, വോളിയം ഒക്കെ കുറവാണ്. അപ്പൊ അത് ഇങ്ങനെ തന്നെ പോവുള്ളൂ. മനസ്സിലായി. അപ്പൊ മാക്സിമം ഒക്കെ 1 മണിക്കൂർ ഒക്കെയാണ് ഞാൻ എന്ത് ചെയ്യാ, ട്രേഡ് കൂടുതൽ എടുക്കണം. 1-1.5 മണിക്കൂറിനുള്ളിൽ ട്രേഡ് ക്ലോസ് ആവുന്ന രീതിയിൽ ഞാൻ എടുക്കാറ്. മനസ്സിലായി. ഒന്ന്. ഓക്കെ. ഇത് 3RR ഈ ഒരു സ്ട്രക്ചറിൽ ഇപ്പൊ കിട്ടിയ കാരണമാണ് അത് അങ്ങനെ വെച്ചത്. ക്ലിയർ. അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു ട്രേഡ് ഇവിടെ മിസ്സായത് അതേ 1 അവറിന്റെ ഫിബ് തന്നെ. ഓക്കെ. നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി നമുക്കറിയാം ഇത് പ്രീമിയം ഏരിയ ആണ്, ഇത് ഡിസ്കൗണ്ട് ഏരിയ ആണ്. ഡിസ്കൗണ്ട് ഏരിയയിലേക്ക് പ്രൈസ് വരുമ്പോൾ എന്താണ്, നമുക്ക് ബൈ ഓപ്ഷൻ ആണ് അല്ലെ. അപ്പൊ ഇത് ഓൾറെഡി മിറ്റിഗേറ്റ് ചെയ്ത കാരണം എനിക്ക് ഇത് എടുക്കാനുള്ള ഒരു പോയിന്റ് കുറവാണ്. അതായത് പോയിന്റ് കുറവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കൺഫർമേഷൻ കുറവാണ്. അതൊരു ഹൈലി പ്രയോറിറ്റി ആയിട്ടുള്ള ഒരു ഏരിയ അല്ല. ഓൾറെഡി മിറ്റിഗേറ്റ് ചെയ്ത കാരണം അതിലൊരു പോയിന്റ് ഞാൻ കുറയ്ക്കും. മനസ്സിലായി. ട്രേഡ് എടുക്കാതിരിക്കാനുള്ള ഒരു റീസൺ ആണ് ഞാൻ അവിടെ നോക്കുന്നത്. ഓക്കെ. അപ്പൊ എന്നിരുന്നാൽ പോലും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അടുത്തൊരു ട്രേഡിനെ കുറിച്ച് നമ്മൾ ഇവിടെ ഞാൻ ശരിക്കും നോക്കുന്ന ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ ട്രേഡിന്റെ ടൈമും നമ്മൾ ലോങ് ടൈം എന്നുള്ള രീതിയിൽ ഫസ്റ്റ് അയച്ച വീഡിയോ ഉണ്ടല്ലോ, അതും ഇതും നമ്മളുടെ കമ്പാരിസൺ ആണ് പറയുന്നത്. ഓക്കെ. അപ്പൊ അടുത്ത ട്രേഡ് നോക്കുമ്പോൾ അതേ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നമുക്ക് ഇവിടെ ഒരു ലോ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ലെങ്ത് കൂടിപ്പോവാണ് വീഡിയോസിന്റെ. ഇവിടെ ഒരു ബ്രേക്ക് സ്ട്രക്ചർ കിട്ടി, 5 മിനിറ്റ് അത് ബ്രേക്ക് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നമുക്കൊരു MS കിട്ടിയിട്ടുണ്ട്, മാർക്കറ്റ് ഷോട്ട് കിട്ടിയിട്ടുണ്ട്. 5 മിനിറ്റിൽ MS കിട്ടിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അത് ബോഡി ടു ബോഡി നോക്കിയാലും വിക്ക് ടു ബോഡി, വിക്ക് നോക്കുന്നത് തന്നെയാണ് ബെറ്റർ. ഞാൻ വീണ്ടും വീണ്ടും പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്രയും ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട് വിക്കാണ് ഏറ്റവും ബെറ്റർ. ദെൻ MS ആയതുകൊണ്ട് നേരെ എന്ത് ചെയ്തു, ഞാൻ 1 മിനിറ്റ് പോയി. ഓക്കെ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞതിൽ പ്രൈസ് ഇത്രയും മുകളിലോട്ട് കയറിപ്പോയി അല്ലേ. അപ്പൊ നമുക്ക് ഓൾറെഡി ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, ദെൻ ലോ ക്രിയേറ്റ് ചെയ്തു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ടാണ് നിൽക്കുന്നത്, പ്രൈസ് നിൽക്കുന്നത്. ഓക്കെ. ഇതിൽ വേറൊരു കാര്യം നമുക്ക് ഇതിൽ നോട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഈ ഒരു പ്രൈസ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത്, വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അത് പിന്നെ എന്ത് ചെയ്തു, നേരെ തിരിച്ച് മുകളിലോട്ട് കയറിപ്പോയി. അതായത് ഇവിടുത്തെ ലിക്വിഡിറ്റി എടുക്കാണ്ട് ഇവിടെ ഒരു ലിക്വിഡിറ്റി, അതായത് ഈക്വൽ ലോ ആയിട്ട് എന്ത് ചെയ്തു, ഇവിടെ ആക്ട് ചെയ്തു. ഇതൊക്കെ എനിക്ക് മിസ്സായ ട്രേഡ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഞാൻ പറയണത്. ഓക്കെ. അപ്പൊ ഇവിടെ ലിക്വിഡിറ്റി ഈക്വൽ ലോ ആണ്. ഓക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈക്വൽ ലോയുടെ ബോഡിയിലാണ് എൻട്രി വെച്ചത്. സ്റ്റോപ്പ് ലോസ് ഇവിടെ ഓൾറെഡി ഈ ഒരു ഏരിയയിലത്തെ ലിക്വിഡിറ്റിയിൽ ഇവിടെ ഫിബ് അല്ല, ഈ ഒരു ഇതിലാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചത്, ഈ ഒരു ഗ്രേ കാൻഡിൽ. ഓക്കെ. ദെൻ ടാർഗറ്റ് 5 മിനിറ്റിലത്തെ ലിക്വിഡിറ്റി നെക്സ്റ്റ് റെസ്റ്റിംഗ് നിൽക്കുന്നത് ഇവിടെയാണ്. ഇതില് ഈ ഒരു റേഞ്ച് വരെ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു ട്രേഡ് എടുത്ത TP ഹിറ്റ് ആവാൻ എടുത്ത ടൈം ഇവിടെയാണ്, ബോഡിയിലാണ് വെച്ചത്. ടൈം എന്ന് പറയുന്നത് കറക്റ്റ് 35 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. ഇതാണ് ശരിക്കുള്ള സ്കാൽപ്പ്. കാരണം ഈ ഒരു റേഞ്ചിന് ശേഷം ഇവിടെ നല്ല രീതിയിൽ വോളിയം വന്നു. അപ്പൊ സ്കാൽപ്പിൽ നമുക്ക് മനസ്സിലായല്ലോ, 1 മണിക്കൂറിന് താഴെ, ഒരു അരമണിക്കൂറിനൊക്കെ താഴെ ആ റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാറുള്ളൂ, TP എടുക്കാനുള്ള ടൈം വരുള്ളൂ. ഓക്കെ. അപ്പൊ ഇവിടെ ഏകദേശം 4.65 എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് RR കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞു തന്നത് ഇത്രേ ഉള്ളൂ, ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പൊ ഇതില് നമ്മൾ 1 അവറിലേക്ക് നോക്കുന്ന സമയത്ത് ഓക്കെ, ഇത്രയും വലിയ സ്ട്രക്ചറിൽ നമുക്ക് ഏറ്റവും ആദ്യം കിട്ടിയത് ഒരൊറ്റ ട്രേഡാണ്. ആ ഒരൊറ്റ ട്രേഡ് TP ഹിറ്റ് ആയിട്ടില്ല ഫസ്റ്റത്തെ വീഡിയോയിൽ. ഇവിടെ എന്ത് ചെയ്തു, നമുക്ക് 2 ട്രേഡ് കംപ്ലീറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഈ ലൈനിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇതുപോലെ ട്രേഡ് എടുക്കാൻ പറ്റും. ഡെയിലി ഇൻട്രാഡേ പെർസ്പെക്റ്റീവിലത്തെ കാര്യം തന്നെയാണ് പറയുന്നത്. മനസ്സിലായി. ഓക്കെ. അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ. ഓൾറെഡി 9 മിനിറ്റ് ആയി. ഓക്കെ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ടൈം ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ.